ഗൈസ്, അപ്പം ഒരു ചെറിയ കറക്കത്തിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഈ ഇരിക്കുന്നത് വേറെ ആരുമല്ല, എന്റെ സ്വന്തം ഏട്ടനാണ് കേട്ടോ. നിങ്ങൾ ആരും എന്റെ ഏട്ടനെ കണ്ടിട്ടുണ്ടാവില്ല, എന്റെ ഒരു വീഡിയോയിൽ ഇവണ്ടാകുന്നില്ല, കാരണം ഇപ്പൊ പുറത്തായിരുന്നു. പുള്ളി ഇതേ കുറച്ച് ദിവസം ലീവിന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഏട്ടൻ വരുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണം വിചാരിച്ചിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ലേ. ഏട്ടൻ കുറച്ച് ദിവസമായിട്ടോ നാട്ടിലെത്തിയിട്ട്. അപ്പൊ ഒന്ന് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ കുറച്ച് കറങ്ങാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്കാണെങ്കിൽ ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായില്ലേ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഇനി ഏട്ടൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളൊരു ഫാൻസി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ബേക്കറി കയറിയിട്ട് അവനൊരു അവൽ മിൽക്കും ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഏട്ടന് ടാറ്റു അടിക്കാൻ നോക്കണം പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ച് പോയി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു തുണിക്കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടാൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നടന്ന് ഒറ്റപ്പാലത്തിന്റെ പകുതി ഇന്നെ ഏട്ടൻ നടത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടന്റെ കൂടെ കറങ്ങി അടിച്ചെടുക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടന് സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങണം പറഞ്ഞിട്ട് അതും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞത് അവിടെ ഒരു മെഗാമാള് പറഞ്ഞ ചെറിയൊരു മാൾ ഉണ്ടായിരുന്നു. ഒരാവശ്യമില്ലാണ്ട് ഞങ്ങൾ അതിന്റെ മുകളിൽ കയറി കുറച്ച് നേരം കറങ്ങി അടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ കുറച്ച് നേരം അതിനൊക്കെ നടന്ന് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊരു ഉച്ചയ്ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ഒരു ബുക്ക് സ്റ്റാൾ പോയിട്ടുണ്ടായിരുന്നേ. എനിക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമായത് തന്നെ ബുക്കൊക്കെ നോക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്ക് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വേണ്ടാന്ന് ഏട്ടനോട് പറഞ്ഞു. അത് പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുക്കൊക്കെ വെറുതെ നടന്ന് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ സമയം പോകണല്ലോ, വീട്ടിൽ പോയി എന്തായാലും ബോറടിക്കും. അപ്പൊ വെറുതെ ഇങ്ങനെ സമയം കളയാൻ വേണ്ടിട്ട് പുറത്തു നിന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വരാറായപ്പോ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നേ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.